ഹായ് നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ പൊതിച്ചോറാണ് കേട്ടോ. ഉച്ചയൂണ് തന്നെ പൊതിച്ചോറാണ്. ഞാൻ എങ്ങും പോയതുമൊന്നുമല്ല. ഇത് ഇങ്ങനെയാണ് ഞാൻ പൊതിച്ചോറ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് ഓണത്തിന് ചോറ് കഴിക്കാൻ വാങ്ങിച്ച ഇലയാണ്. അപ്പോൾ അതിൽ 3-4 ബാക്കിയുണ്ടായിരുന്നു. തിരുവോണം ആവിട്ടത്തിനൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ഇലയിൽ തന്നെ കഴിച്ചു. പക്ഷേ പിന്നെയും 2 ബാക്കി വന്നു. എനിക്ക് വാഴയില കളയാൻ ഭയങ്കര വിഷമമാണ്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കളർ മാറിയിട്ടേ ഉള്ളൂ, വേറെ വാടിയിട്ടൊന്നും അങ്ങനെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. സ്റ്റൗവിൻ്റെ മുകളിലോട്ട് വെച്ച് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ അടുപ്പയിലാണ് വയ്ക്കുന്നത്, എപ്പോഴും അടുപ്പുണ്ടാവും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് ചോറ് വിളമ്പാം. പൊതിച്ചോറിന് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ചുമന്നരിയുടെ ചോറ് തന്നെയാണ് കേട്ടോ. ചോറെടുത്തു. ഇനി മുട്ട പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. മുട്ട പൊരിച്ചത് പൊതിച്ചോറിലെ ഒരു മെയിൻ ഐറ്റമാണല്ലോ. ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന സമയത്ത് മുട്ട പൊരിച്ചത് എന്തായാലും ഉണ്ടാകും. മുട്ട പൊരിച്ചത്, ക്യാബേജ് വരും, ചമ്മന്തി. അമ്മയ്ക്ക് സ്കൂളിൽ പോകേണ്ടത് കൊണ്ട്, ടീച്ചറായിരുന്നത് കൊണ്ട് ഞങ്ങൾ 3 പേരുടെ പൊതി കെട്ടി ആണ് അമ്മ നമ്മൾ പോവാറ്. അപ്പോൾ വേഗത്തിന് ഉണ്ടാക്കുന്ന ഒന്നാണ് മുട്ട പൊരിച്ചത്. എന്നും അതില്ലാത്ത ഒരു ദിവസമില്ല. ഒന്നീ ക്യാബേജ് തോരൻ, അല്ലെങ്കിൽ വാഴയ്ക്ക തോരൻ, ചമ്മന്തി, മുട്ട പൊരിച്ചത്. ഇങ്ങനെയാണ് അതിൻ്റെ പോക്ക്. പിന്നെ അവിയലാണ്. ഞാനിത് കഴിഞ്ഞ ദിവസം വെച്ച അവിയലാണ്. പൊന്തങ്ങയാണുള്ളത്. വാഴയ്ക്ക എനിക്ക് നമ്മുടെ നാടൻ വാഴയ്ക്കയാണ് ഇഷ്ടം. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് ഈ കായാണ്. പക്ഷേ എങ്കിൽ ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല. നന്നായിരുന്നു, നല്ല അവിയലായിരുന്നു. മുട്ട പൊരിച്ചത് ഫുള്ള് ഞാൻ എടുത്തില്ല, ഹാഫേ എടുത്തുള്ളൂ. കാരണം നമ്മുടെ വാഴയില അത്ര വലുതൊന്നുമല്ല, ചെറിയൊരു പൊതിച്ചോറല്ലേ. പിന്നെ എനിക്ക് ചമ്മന്തി അരച്ച് വെക്കണമെന്നായിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇനി അരയ്ക്കാനൊന്നും പോകണ്ട, നമ്മൾ ഈ ഇടിച്ച് വെച്ചിട്ടുണ്ട് ചമ്മന്തി. കഴിഞ്ഞ ദിവസം ഞാൻ ഇടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മതിയല്ലോ. പിന്നെ പൊതിച്ചോറിനകത്ത് എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നാരങ്ങാച്ചാറൂടെ വെച്ച് കഴിയുമ്പോൾ അതിനകത്തെ ആ മണം ഭയങ്കരമായിട്ട് ഇതായിട്ടിരിക്കും. നാരങ്ങാച്ചാർ ഞങ്ങളുടെ വല്യമ്മച്ചി ഉണ്ടാക്കുന്ന ഒരു നാരങ്ങാച്ചാറുണ്ട്, നമ്മുടെ സാധാരണ നാടൻ നാരങ്ങാച്ചാർ. അപ്പോൾ പിന്നെ ഡബിൾ ഹോഴ്സിൻ്റെ നാരങ്ങാച്ചാറിന് അതേ ടേസ്റ്റാണ്. മാങ്ങാച്ചാർ എനിക്കിഷ്ടമല്ല കേട്ടോ. ഈ നാരങ്ങാച്ചാർ മാത്രമാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതുണ്ടാകും വീട്ടിൽ, ഈ നാരങ്ങാച്ചാറുണ്ട് ഡബിൾ ഹോഴ്സിൻ്റെ. പിന്നെ ഉള്ളത് ബീട്രൂട്ട് തോരനാണ്. ബീട്രൂട്ട് തോരൻ പൊതിച്ചോറിനകത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര നോസ്റ്റാൾജിക്കായ ഒരു ഐറ്റമാണ്. കാരണം ഞങ്ങൾ കൊച്ചുനാളിൽ തിരുവനന്തപുരം കാണാൻ പോയി, അച്ഛനും അമ്മയും ഞാനും അനിയത്തിയും കൂടെ. അപ്പോൾ നമ്മൾ ലോഡ്ജിലിരിക്കുന്ന സമയത്ത് അച്ഛൻ പുറത്ത് പോയി ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ പൊതിച്ചോറാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ അതിലാണ് ഞാൻ ആദ്യമായിട്ട് ബീട്രൂട്ട് തോരൻ കാണുന്നത്. അങ്ങനെ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ഇനി ഇത് പൊതിഞ്ഞെടുക്കാം. പൊതിച്ചോറ് പൊതിഞ്ഞെടുക്കുന്നതിൽ ഞാനൊരു വലിയ എക്സ്പെർട്ടൊന്നുമല്ല. പിന്നെ കുഴപ്പമില്ലാത്ത രീതി ഇലയൊക്കെ നന്നായിട്ട് വാടി, പക്ഷേ അത്ര പെർഫെക്ഷൻ പോരാ. പിന്നെ അങ്ങും കൊണ്ടുപോകാനല്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. വീട്ടിലിരുന്ന് കഴിക്കാനില്ലേ കുറച്ച് കഴിഞ്ഞ്. അപ്പോൾ പൊതിച്ചോറ് വെച്ചു, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഞാൻ വന്നിട്ടുണ്ട്. പൊതിച്ചോറ് ഒരു 2-2:30 എനിക്ക് നല്ല വിശപ്പ്. അതിൻ്റെ മണം അങ്ങോട്ട് അടിക്കും. ഭയങ്കരമായിട്ടുള്ള മണം വരുമ്പോഴത്തേക്ക് എനിക്ക് നല്ലതായിട്ട് കഴിക്കാൻ തോന്നുന്നു. കുറച്ച് ദിവസമായിട്ട് എനിക്കങ്ങനെ ഫുഡൊന്നും വേണമെന്നൊന്നും തോന്നാറിരിക്കുക. കാരണം കാലിന് നല്ല വേദനയൊക്കെ ഉള്ളതുകൊണ്ട്. ഇപ്പോൾ ഈ മണം കേട്ടപ്പം ഭയങ്കരമായിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.